സോഫയുടെ കവറൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഈ തലോണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വാരി വലിച്ച് കിടക്കുകയായിരുന്നു. നമ്മുടെ തേജപ്പനാണെങ്കിൽ അത് കണ്ടപ്പോൾ ഞാൻ നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരട്ടെ വിളിച്ചിട്ട്, ഇത് നോക്കാമേ നല്ല ഭംഗിയിൽ പിരിക്കുന്നു കാണാമെന്ന്. കൈയോടെ ഞാൻ അവനോടെ കയറ്റിയിരുത്തിയിട്ടോ, വേറെ നല്ല ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതേ നൂൽപ്പെട്ടും മുട്ടക്കറിയും കൂട്ടിയിട്ട് അവനവിടെ കഴിക്കാൻ കൊടുത്തു, അവിടെ ഇരുത്തിയിട്ടാ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചോരലും തുടക്കലൊക്കെ തീർക്കാനായിട്ടാണ് നോക്കണത്. ഇത് എൻ്റെ അടിയും തോടിയും കഴിഞ്ഞാലും അവൻ്റെ കഴിക്കലവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ടി വിയും കണ്ട് പതുക്കെ കഴിക്കുള്ളൂ. കഴിക്കുന്ന കാര്യം കുറച്ച് സ്ലോ ആണ് കേട്ടോ ആള്. അതെല്ലാം ഒതുക്കിയതിന് ശേഷം നേരെ ഇതേ കുളിച്ചിട്ട് എനിക്കൊരു മെയിൻ സാധനം അൺബോക്സ് ചെയ്യാണ്ടായിരുന്നു. ഇത് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ, വേറെ ഒന്നല്ല. ഇവിടെ ഹാൻഡ് വാഷ് ചെയ്യണ ആ ഒരു ബോട്ടിലില്ലേ, അത് കുറേ നാളായിട്ട് കേട്ടോ പൊട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ മൂടി തുറന്ന് കയ്യിൽ ഒഴിച്ചിട്ട് കഴുകേണ്ട അവസ്ഥയായിട്ടാ. അപ്പം ഞാൻ നല്ലൊരു കോംബോ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇതിൽ ഹാൻഡ് വാഷിന്റെ ബോട്ടിലും അതുപോലെ തന്നെ വേറെ എന്തോ ഐറ്റംസ് ഒക്കെ ഇട്ടൊക്കെയുള്ള ഒരു ബോക്സ്. പിന്നെ നമുക്ക് പാത്രം കഴുകണേന്റെ അവിടേക്കുള്ള ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞ ഒരു 2-in-1 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതായത് ഇതിൽ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ളതും ഒഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിഷ് വാഷറും ഒഴിക്കാൻ പറ്റും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ നിന്നാണ്ടല്ലോ തേജുക്കാരനോര് ആദ്യം എത്തുട്ട് അത് ഏതാന്ന് ഡീറ്റെയിൽ ആയിട്ട് അവനായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതിൽ എല്ലാത്തിലും ഇത് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ ഇത് ഹാൻഡ് വാഷ് ചെയ്യാളയിൽ ആദ്യം ഞാൻ ഒഴിച്ചു വെച്ചു. അത് ഇതേ കണ്ടോ കുറേ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കാമല്ലോ. ഇതിൽ ശരിക്കും കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കാച്ചാൽ നമുക്ക് ലാഭമാണ് കേട്ടോ. പിന്നെ ഇതേ ഇതിൽ കണ്ടോ ഞാൻ ആ പിങ്ക് കളർ ഹാൻഡ് വാഷ് ചെയ്യണതും മറ്റേത് ഡിഷ് വാഷറും കേട്ടോ. ഇതെന്തായാലും എനിക്ക് ഭയങ്കര കാര്യമായിട്ടാണ്. കാരണം നമുക്ക് മീനും ചിക്കനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ഇട്ട് കൈ എടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം. ഇതാവുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴുകാമല്ലോ. പിന്നെ കണ്ടോ ഇത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സോപ്പല്ല ആ ഒരു ഡിഷ് വാഷ് അതിൻ്റെ ആ പത അങ്ങോട്ട് വരൂട്ടാ. അപ്പം നമുക്ക് സുഖമായിട്ട് പാത്രം കഴുകാനും പറ്റും. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ തേജു അതെല്ലാം കഴിഞ്ഞിട്ട് അവന് ഞാൻ ആ കുഞ്ഞി ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പാക്കറ്റിൽ. അപ്പോൾ ആ ഒരു ബോക്സ് അവന് കൊടുത്തു, അവന് പെൻസിലും ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടി അത് കൊടുത്ത വഴിക്ക് ഇവിടുത്തെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഇത് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിയൊക്കെ കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് മിനുക്കണതാണ് ഈ കാണണത്. ഇതിന്റെ കാരണം എന്താ, കുട്ടിക്ക് പേനും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബോക്സ് അവന് കൊടുത്തുട്ടാ. ബ്ലാക്ക് കളറിലെ ഇത് അതിന്റെ കൂടെ ഉള്ളതാട്ടോ. അങ്ങനെ 3 പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കോംബോയിൽ കിട്ടണത്. ഞാനിങ്ങനെ 3 എണ്ണമായി കിട്ടിയോണ്ടായിട്ട് ഇത് വാങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ ലിങ്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാട്ടോ, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. ഇത്